എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയും സാഞ്ചിയും നിൽക്കുന്ന ആ ഒരു പ്രദേശം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല ആ അട്ടികിട്ടിയ വില്ലന്മാർക്കൊന്നും തന്നെ ബോധമില്ലാതെ വീണ് കിടക്കുകയാണ്. അവരോരോരുത്തരും അങ്ങനെ സൂം ചെയ്ത് കാണിച്ച് നമ്മുടെ ആൾക്കാരെ കാണിക്കും. ലൂഫി ആണെങ്കിൽ സാഞ്ചിയെ സമാധാനിപ്പിച്ച് ജിംബൈ ആളിവിടേക്ക് വന്നതും ജിംബൈ ബിഗ് മോമിന്റെ അസിസ്റ്റന്റ് ആണെന്നും അവൻ ബിഗ് മോമിന്റെ ടീം ഉപയോഗിച്ച് നമ്മുടെ ടീമിൽ ചേരാൻ പോവുകയാണെന്നും നമ്മളെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളും അങ്ങനെ എല്ലാം സാഞ്ചിയോട് പറഞ്ഞ് അവന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും. നമ്മുടെ ടീം ഇപ്പോൾ സത്യത്തിൽ നല്ലൊരു ടീമാണ്. നല്ല പവർഫുള്ളായ ഒരുപാട് പേര് നമ്മുടെ ടീമിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വിജയം അത് ഉറപ്പാണ്. സാഞ്ചിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അവന്റെ സന്തോഷവും പ്രതീക്ഷയും കൂടി വരും. പക്ഷേ വീണ്ടും പഴയ പോലെ സന്തോഷത്തിൽ ലൂഫിയുടെ ടീമിലേക്ക് മടങ്ങി വരാൻ മാത്രം അവന് ചെറിയൊരു മടി. അത് മറ്റൊന്നുമല്ല, അവസാനം ലാസ്റ്റ് ടൈം സാഞ്ചിയെ നാമി ആഞ്ഞടിച്ച് അവനെ പറഞ്ഞു വിട്ടിരുന്നു. സോ നാമിയുടെ മുഖത്ത് നോക്കാൻ സാഞ്ചിക്ക് നല്ല മടിയും പേടിയും ഉണ്ട്. പഴയതുപോലെ ചിരിച്ചും കളിച്ചും അവളുടെ അടുത്തേക്ക് ചെന്ന അവൾ എങ്ങനെ സാഞ്ചിയോട് പെരുമാറുമെന്ന് പോലും അവനിപ്പോൾ അറിയില്ല. അവൻ അതെല്ലാം ചിന്തിച്ച് വിഷമിച്ചിരിക്കും. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ മഴയൊക്കെ മാറി വെയിൽ തെളിഞ്ഞു വരും. മറ്റൊരു ഭാഗത്ത് മിറർ ഡയമെൻഷനിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ നിർത്താതെ സാഞ്ചിയെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് സാഞ്ചിയും ലൂഫിയും ഉള്ള ഭാഗത്ത് ഒരു പൊട്ടിക്കിടക്കുന്ന മിറർ കഷ്ണത്തിൽ നാമി അവരെ കണ്ടെത്തും. അവരാ മിറർ കയ്യിലെടുത്ത് ഇപ്പോ ലൂഫിയുടെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സാഞ്ചിക്കും ലൂഫിക്കും ആണെങ്കിൽ ആ ശബ്ദം കേൾക്കാം. പക്ഷെ അത് എവിടുന്നാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. ലൂഫി ആണെങ്കിൽ ആ ഒരു മിറർ പീസ് കണ്ട് അത് ഓടിപ്പോയി കയ്യിലെടുക്കും. ലൂഫിയെ കാണേണ്ട താമസം നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. അവര് സാഞ്ചി എവിടെ, സാഞ്ചി നിന്റെ ഒപ്പം ഉണ്ടോ എന്ന് ചോദിക്കും. അതിന് ലൂഫി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തില് ഫുൾ കോൺഫിഡൻസില് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാഞ്ചിയെ കണ്ടെത്തി, അവനിപ്പോ എന്റെ ഒപ്പം ഉണ്ട്, അവൻ ഓക്കെ ആണെന്ന് പറയും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് ആ മിററിലേക്ക് തന്നെ നോക്കും. ഇതെന്തു പറ്റി, അവരെങ്ങനെ ഈ മിററിന്റെ അകത്ത് പോയി? അതിന് ലൂഫി പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെല്ലാവരും സേഫാണ്. അവര് ആ ബ്രൂലിയുടെ മിറർ ഡയമെൻഷനിൽ സേഫ് ആയിട്ടുണ്ട്. ആ ഒരു ഡയമെൻഷനിൽ ഇരുന്നാണ് അവരിപ്പോ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് പോലും. ചോപ്പർ ആണെങ്കിൽ ഇപ്പോ ബ്രൂക്ക് കളക്ട് ചെയ്ത ആ പോണോഗ്ലിഫിന്റെ ഫോട്ടോ കോപ്പിയൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മളെല്ലാം കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തു. പോണോഗ്ലിഫും കിട്ടി, സാഞ്ചിയെയും കിട്ടി. നമുക്കിനി എത്രയും വേഗം ഇവിടുന്ന് തിരികെ പോകണമെന്ന് ചോപ്പർ പറയും. അപ്പോഴായിരിക്കും ലൂഫി പറയുക, നമുക്ക് തിരികെ പോകാനുള്ള സമയം അതായിട്ടില്ല. സാഞ്ചി നമ്മളോടൊപ്പം വരാൻ തയ്യാറല്ല. സാഞ്ചി വരണമെങ്കിൽ എൻ്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യണം. ആ ബിഗ് മോമിനെ അവളെ തല്ലിക്കൊന്ന് സാഞ്ചിയുടെ ഫാമിലിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം തിരികെ നമുക്ക് എല്ലാവർക്കും വന്ന സോ ഐലൻഡിലേക്ക് പോവാൻ. അത് കേട്ട് നമ്മുടെ ചോപ്പർ ആൻഡ് ടീം പേടിക്കുകയാണ്. കാരണം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ തന്നെ ബിഗ് മോമിന്റെ അടുത്തേക്ക് പോവാൻ നമ്മുടെ ആൾക്കാർ പെടാപ്പാട് പെട്ടു. ഒരുപാട് പവറും 4 എംപററിൽ ഒരാളായ അവളെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല. അതിന് സാഞ്ചി ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടുന്ന് തിരികെ പോകണം, എനിക്കത് മാത്രം മതി. അതിന് ചോപ്പറും ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ ലൂഫിയോടൊപ്പം നിൽക്കും. ഒരു കാരണവശാലും നിന്നെ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിക്കില്ല, നീ തിരികെ വരാമെന്ന് പറഞ്ഞു തന്നെ വലിയ കാര്യമാണ്. സോ ബിഗ് മോമിനെ എന്ത് വില കൊടുത്തും നമ്മൾ തകർക്കും. നാമി ആണെങ്കിൽ വിളിച്ചു പറയും, സാഞ്ചി നമുക്കിടയിൽ ഒരു കണക്ക് ബാക്കിയുണ്ട്, അതിപ്പോ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട. ആദ്യം ഈ വലിയ പ്രോബ്ലം അത് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും പല കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ സാഞ്ചിയുടെ നെഞ്ചില് വലിയൊരു അമ്പ് വന്ന് കൊള്ളുന്നത് പോലെ അവന് ഫീൽ ചെയ്യും. ഉടനെ ജിംബയും നമ്മുടെ ആൾക്കാർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ സാഞ്ചിയുടെ സിസ്റ്റർ ലൂഫിയുടെ ബോഡിയിലെ പോയിസൺ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്ത് അവനെ രക്ഷിച്ച കാര്യം പറയും. ബിഗ് മോമുമായിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അവളെ തോൽപ്പിച്ചേ പറ്റൂ. സാഞ്ചിയുടെ സിസ്റ്ററിനോട് എനിക്ക് ഒരു കടപ്പാടുണ്ട്, അതെനിക്ക് ഇതിലൂടെ വീട്ടണം. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് വലിയൊരു യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ബ്രൂലി അവളെ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ബിഗ് മോമിനെയും ഞങ്ങളുടെ ഫാമിലിയെയും തോൽപ്പിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. ബിഗ് മോമിന്റെ രണ്ടാമത്തെ മകൻ അവനിപ്പോ മാക്സിന്റെ തൊട്ടു മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അവനെ കാണേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അവരെല്ലാവരും അവന്റെ പേരൊക്കെ വിളിച്ച് cheer ചെയ്യാൻ തുടങ്ങും. സെക്യൂരിറ്റീസ് ഓടി വന്ന് ആ ഗേറ്റ് അത് തുറക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ അവരെ എല്ലാവരെയും തടഞ്ഞ് അവന്റെ ഒരു പ്രത്യേക പവർ അത് ആ ജൈന്റ് ഗേറ്റിലേക്ക് കടത്തി വിടുകയാണ്. ഞൊടിയിടയിൽ ആ ഗേറ്റ് അതങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ജിംബൈ ആളാണെങ്കിൽ ആ കപ്പോണിന്റെ ചില ഡീറ്റെയിൽസ് പറയാണ്. ഈ ഒരു കപ്പോൺ അവനും ഈ വേഴ്സ്റ്റ് ജനറേഷനിലെ ഒരു അംഗമാണ്. മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ബ്ലൂവിൽ നിന്നാണ് ഇവൻ ഇവിടേക്ക് എത്തിയത്. 5 പവർഫുൾ മാഫിയ ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഇവൻ.
അവന്റെ യങ് ഏജിൽ തന്നെ അവൻ വളരെ ബാഡായിട്ടാണ് വളർന്നു വന്നത്. മൃഗങ്ങളെയും മനുഷ്യരെ എല്ലാം ദ്രോഹിച്ച് അത് കണ്ട് ആസ്വദിച്ച് ഒരു സാഡിസ്റ്റിനെ പോലെ അവൻ ജീവിച്ചു വന്നു. അത് കേൾക്കുമ്പോൾ ചോപ്പറിന് കുറച്ച് പേടിയാവും. ജിംബയാണെങ്കിൽ വീണ്ടും പറയും അവൻ അവന്റെ ഫാമിലിയിലുള്ളവരോട് പോലും ഒട്ടും സ്നേഹമോ റെസ്പെക്റ്റോ ചെറുപ്പം മുതലേ ഇല്ലായിരുന്നു. ഏതെങ്കിലും VIP വീട്ടിലേക്ക് എത്തിയ അവര് ഫുഡ് കഴിക്കുന്ന ഗ്യാപ്പിൽ കത്തിയും ഗണ്ണും ഒക്കെ ഉപയോഗിച്ച് അവൻ അവരെ കൊന്നു തള്ളും. അതിനുശേഷം അവനും ഡെവൽ ഫ്രൂട്ടിന്റെ പവർ കെട്ടി ഒരു പറ്റം അസിസ്റ്റൻസിനെ അവൻ സ്വന്തമായി ഉണ്ടാക്കി അവന്റെ ബോഡിയിൽ സൂക്ഷിച്ചു. അവരെ ഉപയോഗിച്ച് അവൻ വലിയ വലിയ അറ്റാക്കൊക്കെ നടത്തി ഒരുപാട് ഐലാൻഡ്സ് ഒക്കെ പിടിച്ചെടുത്ത് എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായിട്ട് മാറി. അണ്ടർഗ്രൗണ്ട് ടീംസിന് പോലും അവൻ പിന്നീട് ഒരു വെല്ലുവിളിയായി മാറി. മാത്രമല്ല അവന്റെ ടീമിൽ തന്നെ അവൻ പരസ്പരം ഭിന്നത ഉണ്ടാക്കി അവർ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കും. ഇത്രയും മോശമായിട്ടുള്ള ഒരുത്തനാണ് ആ കപ്പോൺ. അവനെ കൊണ്ട് വളരെ ഈസി ആയിട്ട് ആർക്കും തകർക്കാൻ കഴിയാത്ത കാസ്റ്റലുകൾ പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിലിരുന്നുകൊണ്ടാണ് അവനും അവന്റെ അസിസ്റ്റൻസും എല്ലാവരും ആക്രമണങ്ങൾ അയച്ചുവിടുക. മാത്രമല്ല അവനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുകയോ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ വെറുതെ വിടില്ല. അവൻ വർഷങ്ങളോളം ഈ കാര്യങ്ങളെല്ലാം ഒരു ഐലാൻഡിൽ ഇരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഐലാൻഡ് ബോറടിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു കപ്പലിൽ സെയിൽ ചെയ്ത് അവന്റെ കാര്യങ്ങൾ അത് ലോകം മുഴുവൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഫേമസ് ആയിട്ടുള്ള പൈററ്റ്സ് ടീമിനെയായിരുന്നു അവന്റെ നോട്ടം. അങ്ങനെയുള്ള ടീമുകളുടെ ക്യാപ്റ്റനെ തേടിപ്പിടിച്ച് ക്യാപ്റ്റനെ മാത്രം അവൻ കൊന്നുതള്ളും. അങ്ങനെ ഒരുപാട് ശത്രുക്കൾ അവന് ചുറ്റുമായപ്പോൾ അവൻ നൈസായിട്ട് ബിഗ് മോമിന്റെ ടീമിൽ ചെന്ന് ചേർന്നു. ബിഗ് മോം ഓൾറെഡി 4 എംബറേഴ്സിൽ ഒരു മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അതവന് വലിയൊരു സെക്യൂരിറ്റി ഓറ കൊടുത്തു. ഇപ്പോൾ പോലും ബിഗ് മോം ടീ പാർട്ടിക്ക് സെക്യൂരിറ്റി ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് കപ്പോണിനെയും അവന്റെ ആൾക്കാരെയുമാണ്. ബിഗ് മോമിന് അവനിൽ ഭയങ്കര വിശ്വാസമാണ്. അവന്റെ സെക്യൂരിറ്റി അത് പവർഫുൾ ആയിരിക്കുമെന്ന് ബിഗ് മോമിന് നന്നായിട്ട് അറിയാം. അത് കേട്ട് ലൂഫി ആണെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കും, ജിംബൈ നിങ്ങളെന്തിനാ ഒരാവശ്യമില്ലാതെ അവൻ ഇത്രയും ബിൽഡപ്പ് കൊടുക്കണേ? നമ്മളിപ്പോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണോ? അപ്പോഴായിരിക്കും ജിംബൈ മറ്റൊരു വലിയ കാര്യം അവരോട് പറയുക. ആക്ച്വലി ആ കപ്പോന്റെ യഥാർത്ഥ എയിം ബിഗ് മോമിനെ കൊന്ന് അവളുടെ ഈ സാമ്രാജ്യം അത് സ്വന്തമാക്കുക എന്നതാണ്. 4 എംബറേഴ്സിൽ ഒരാളായിട്ട് അവന് മാറണമെന്നാണ് അവന്റെ ആഗ്രഹം. സോ എങ്ങനെയെങ്കിലും അവനെ കൺവീൻസ് ചെയ്ത നമ്മുടെ റൂട്ട് അത് കുറെ കൂടെ എളുപ്പമായിരിക്കും. അവനെ കൂടെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്ന് ആ ബിഗ് മോമിനെ ചലഞ്ച് ചെയ്യണം. അവൻ ഒരു തവണ പെപ്പോംസിനോട് ഈ കാര്യം പറഞ്ഞതാണ്. പക്ഷെ പെപ്പോംസ് ബിഗ് മോമിനെ ചതിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് കൂടെയാണ് കപ്പോൺ പെപ്പോംസിനെ ഷൂട്ട് ചെയ്ത് കടലിലേക്ക് തള്ളിയത്. അതിനുശേഷം സൺ പൈററ്റ്സ് ആണ് അവനെ രക്ഷിച്ചത്. ഇനി നമ്മുടെ മുൻപിൽ കുറെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 10 മണിക്ക് ആ ടീ പാർട്ടി അത് ആരംഭിക്കും. നമ്മൾ വെറും 10 പേര് മാത്രമാണ് ഈ ടീമിലുള്ളത്. ബിഗ് മോമിനെ തകർക്കാനായിട്ട് ആ കപ്പോണിന് നല്ലൊരു പ്ലാൻ ഉണ്ട്. സോ നമ്മൾ കൂടെ അവരുടെ കൂടെ ചേർന്നാൽ ഈസി ആയിട്ട് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് പര്യവസാനിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ഷോക്ക്. ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് അവർക്ക് ഡൗട്ട് തോന്നും. കാരണം ആ കപ്പോൺ സ്വന്തം ഫാമിലിയിലുള്ളവരെ പോലും യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ കൊന്നു തള്ളിയവനാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കപ്പോന്റെ ടീമും നമ്മുടെ ലൂഫിയൻ ടീമും അവർ 2 പേരും വലിയൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.